യൂണിറ്റ് 2 പാർട്ട് 1 ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത ഡോമിനന്റ് പാരഡൈം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കണ്ടു. In this video, I am going to discuss about critiques and responses of dominant models. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു തിയറികൾ, അതിനൊക്കെ എതിരായിട്ട് പറയുന്ന അഭിപ്രായങ്ങൾ, ക്രിറ്റിക്സ് എന്തൊക്കെയാണ്, റെസ്പോൺസസ് എന്തൊക്കെയാണ്, ആ ഡോമിനന്റ് പാരഡൈം മോഡൽസുമായിട്ട്, ആ തിയറിയുമായിട്ട് ചേർന്ന് വരുന്ന വിരുദ്ധ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന PYQ നോക്കിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സെൻഡർ ആസ്ക് ദ റിസീവർ what is to be sent to him. He also take care of the aspirations of the receiver while he designs and transmits the message. This is the chief guiding tenet of the which theory. ഇതിന്റെ മീനിങ് എന്താണ്? സെൻഡർ റിസീവറിനോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ റിസീവറിനോട് കൊടുക്കേണ്ട മെസ്സേജുകൾ എന്ന് പറയുന്നത് he also take care of the aspirations of the receiver. റിസീവറിന്റെ ആസ്പിരേഷൻസ് കൂടി കണക്കിലെടുത്തുകൊണ്ട് ആയിരിക്കണം ഒരു സെൻഡർ അയാൾക്ക് കൊടുക്കേണ്ടതായ മെസ്സേജസിനെ ഡിസൈൻ ചെയ്യേണ്ടതും ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതും. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് പറയുന്നത് ഇതിൽ ഏത് പാരഡൈമിൽ അല്ലെങ്കിൽ ഏത് തിയറിയിലാണ് പറയുന്നത്? ഓൾഡ് പാരഡൈം, ഡിപ്പെൻഡൻസി പാരഡൈം, പാർട്ടിസിപ്പേറ്ററി മോഡൽ, മൾട്ടിപ്ലിസിറ്റി പാരഡൈം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കീ ഇഷ്യൂ? ഇതിൽ ഏത് ഇഷ്യൂ ആണ് അത്ര വലിയ ഒരു പ്രശ്നമല്ലാത്തത്? ആരെ സംബന്ധിച്ച്? ടു ബി അഡ്രസ്ഡ് ആൻഡ് റിസോൾവ്ഡ് ദ നേഷൻസ് ഓഫ് ദി തേർഡ് വേൾഡ് കൺട്രീസ്. അൺഎംപ്ലോയ്മെന്റ്, ഇല്ലിറ്ററസി, പോവർട്ടി, മെയിൻ്റനൻസ് ഓഫ് എ ട്രഡീഷണൽ ഫോക്ക് കൾച്ചർ. ഇതിലേതാണ് അവരുടെ ഒരു കീ ഇഷ്യൂ ആയിട്ട് മറ്റു രാജ്യങ്ങൾക്ക് മുന്നിലേക്ക് അല്ലെങ്കിൽ മറ്റു കോൺഫറൻസുകൾക്ക് മുന്നിലേക്കൊക്കെ അഡ്രസ് ചെയ്യപ്പെടാതിരിക്കുന്ന ഒരു ഇഷ്യൂ ഏതാണ്? അപ്പൊ ഇതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാം. അതെല്ലാം കേട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ആൻസർ ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട്, ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ക്രിറ്റിക് ഓഫ് ദ ഡോമിനന്റ് പാരഡൈം. എന്തൊക്കെയാണ് വിമർശനങ്ങൾ? ഡോമിനന്റ് പാരഡൈമുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന വിരുദ്ധ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Beginning in the late 1960s, the field of development communication split into two broad approaches. രണ്ട് തരത്തിലുള്ള അപ്രോച്ചുകളാണ് 1960s ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നത്. One that revised but largely continued the premises and goals of modernization and diffusion theories. ഒന്ന് one that revised but largely continued. ഒന്ന് ഇതിനെ റിവൈസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത് വളരെ വലിയ തോതിൽ തന്നെ നമ്മൾ ഇന്ന് അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള റിവൈസേഷൻ ഒക്കെ ഇതിൽ ആവശ്യമാണ് എന്നുള്ള റെക്കമെൻഡേഷൻ വന്നെങ്കിലും ഇതിപ്പോഴും പ്രാബല്യത്തിൽ വരുത്തിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാനായിട്ട്. Then another that has championed a participatory view of communication in contrast to information. ഇതില് കമ്മ്യൂണിക്കേഷൻ, ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷന്റെ വ്യൂസുമായിട്ട് ഒരു കോൺട്രാസ്റ്റിൽ വരുന്നത് പാർട്ടിസിപ്പേറ്ററി വ്യൂ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ആൻഡ് ബിഹേവിയർ സെന്റേർഡ് തിയറീസ്, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന തിയറീസ്. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള സമീപനമാണ് ഈ ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിലനിൽക്കുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന ക്രിറ്റിക് ഒപ്പീനിയൻസ് വരുന്ന തിയറികളെ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഡിപ്പെൻഡൻസി തിയറി. വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ക്രിറ്റിക്സ് of modernization or diffusion theories came from the dependency paradigm. ഇനി ഡിപ്പെൻഡൻസി പാരഡൈം എന്നാണ് പവർഫുൾ ആയിട്ടുള്ള പല ക്രിറ്റിക്സും. എന്തിനെതിരെയുള്ളത്? മോഡേണൈസേഷൻ തിയറിക്ക്. മോഡേണൈസേഷൻ തിയറി എന്ന് പറഞ്ഞാലും ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാലും സെയിം ആണ്. അപ്പൊ അതിനെതിരെയൊക്കെയുള്ള പവർഫുൾ ആയിട്ടുള്ള ക്രിറ്റിക് വരുന്നത് ഡിപ്പെൻഡൻസി പാരഡൈമിന്റെ ഇടയിൽ നിന്നാണ്. ഒറിജിനലി ഡെവലപ്ഡ് ഇൻ ലാറ്റിൻ അമേരിക്ക. And dependency analysis was informed by
Marx and critical theories, according to which the problems of the third world reflected the general dynamics of capitalist development. ഒരു ക്യാപിറ്റലിസം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന തേർഡ് വേൾഡ് കൺട്രീസില് അന്നത്തെ കാലത്ത് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ കൂടുതൽ നിരീക്ഷണങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഇൻഫോർമേഷൻസും ഒക്കെ കിട്ടുന്നത് മാർക്സിസ്റ്റ് ഐഡിയോളജിയിൽ നിന്ന് അല്ലെങ്കിൽ മാർക്സ് വീക്ഷണങ്ങളിൽ നിന്നൊക്കെ ആയിരുന്നു. According to which the problems of the third world reflected the general dynamics of a capitalist development. അവരാണ് ആ നാട്ടിലെ തേർഡ് വേൾഡ് കൺട്രീസിലേക്ക് പ്രോബ്ലംസിനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡെവലപ്മെന്റ് പ്രോബ്ലംസ് റെസ്പോണ്ടഡ് ടു ദ unequal distribution of resources created by the global expansion of Western capitalism. Western capitalism വളരെയധികം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അത് പ്രാബല്യത്തിലാക്കി വളരെ പ്രബലമായി നിന്നിരുന്ന ആ കാലഘട്ടത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചിരുന്നത്? അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാപിറ്റൽ റിസോഴ്സസ്. സ്വത്ത് അല്ലെങ്കിൽ സമ്പാദ്യം മുഴുവൻ ഒരു സെക്ഷന്റെ ഇടയിൽ മാത്രം കുമിഞ്ഞുകൂടുകയും മറ്റൊരു സെക്ഷന് ഇതൊന്നും ലഭ്യമാകാതെ വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു തേർഡ് വേൾഡ് കൺട്രീസിൽ നിലനിന്നിരുന്നത്. അതിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതാണ് ആ ഒരു ഫസ്റ്റ് അപ്രോച്ചസ് ആയിട്ട് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് 2 type ഓഫ് അപ്രോച്ചസ് ഉണ്ടെന്ന് പറഞ്ഞ് നെക്സ്റ്റ് ബിഫോർ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തില്ലേ, അത് തന്നെയാണ് ഇതിലും പറഞ്ഞു വരുന്നത്, ആ ഒരു അപ്രോച്ചിനെ പറ്റിയിട്ട്. ദെൻ against modernization theories, dependency theorists argued that the problems of underdevelopment were not internal to third world countries but were determined by external factors and the way former colonies were integrated into the വേൾഡ് ഇക്കോണമി. ഇതേ കാര്യം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ തേർഡ് വേൾഡ് കൺട്രീസ് അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് ഇരിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് അതേ രീതിയിൽ തുടരുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ അഫയേഴ്സ് ഓർ എക്സ്റ്റേണൽ മാറ്റേഴ്സ് മാത്രമല്ല. അവർക്ക് ആൻഡ് നോട്ട് ഇൻ അതിലെന്താണ് പറഞ്ഞിരുന്നത്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മാത്രമല്ല, ഇന്റേണൽ ആയിട്ടുള്ള മൈൻഡ് സെറ്റിൽ ചേഞ്ച് വരണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതിന് കൂടുതൽ അവയർനെസ് കൊടുക്കാനായിട്ട് ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷൻ ഒക്കെ ആ തിയറി അതിലാണ് പറയുന്നത്. മാസ് പീപ്പിളിനിടയിലേക്ക് ഡിഫ്യൂസ് ചെയ്യുക പുതിയ ഇന്നോവേഷൻ തിയറീസിനെയൊക്കെ. അപ്പൊ അതിലെന്താ പറഞ്ഞു വെച്ചത്? എക്സ്റ്റേണൽ പ്രോബ്ലംസ് മാത്രമല്ല ഇതിനൊക്കെ കാരണക്കാര്, ഇന്റേണൽ പ്രോബ്ലംസ് ഓഫ് ദാറ്റ് ദ സെയിം തേർഡ് വേൾഡ് കൺട്രീസ് എന്നായിരുന്നു. ഇനി ഇതിലെന്താ പറയുന്നത്? were not internal to third world countries but were determined by external factors. അതിന്റെ കാരണം ഇന്റേണൽ പ്രോബ്ലംസ് അല്ല, അതൊക്കെ അതിനെയൊക്കെ തീരുമാനങ്ങൾ എടുത്തിരുന്നത് അല്ലെങ്കിൽ ഏത് തീരുമാനങ്ങളുടെ പുറത്തായിരുന്നു? ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ആ കൺട്രീസ് ഒക്കെ എന്നും അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് കഴിഞ്ഞിരുന്നത്. ആൻഡ് ദ വേ ഫോർമർ കോളനീസ് വേർ ഇന്റഗ്രേറ്റഡ് ഇൻ ടു ദ വേൾഡ് ഇക്കോണമി. ഓരോ കോളനികളായിട്ട് രൂപാന്തരപ്പെടുകയും ഇന്ത്യയിലൊക്കെ ഓരോ കോളനികളായിട്ട് അല്ലെങ്കിൽ മറ്റു കൺട്രീസും ഒക്കെ വെസ്റ്റേൺ യൂറോപ്യൻസിന്റെ ബ്രിട്ടീഷ് അധിനിവേശത്തിന്റെ കോളനികളായി മാറുകയും അത് പിന്നീട് വേൾഡ് ഇക്കോണമിയിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്യുകയും അതിന്റെ പ്രതിഫലനങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും തേർഡ് വേൾഡ് കൺട്രീസ് എന്നും അണ്ടർ ഡെവലപ്ഡ് ആയിരുന്നു. അതിനുള്ള കാരണം എക്സ്റ്റേണൽ മാറ്റേഴ്സ് തന്നെയാണെന്നാണ് ഡിപ്പെൻഡൻസി തിയറി പറഞ്ഞു വെക്കുന്നത്. അണ്ടർ ഡെവലപ്മെന്റ്, they argued, was the flip side and the consequences of the development of the western world. ഒരു കൺട്രിയുടെ അണ്ടർ ഡെവലപ്മെന്റിന്റെ കാരണം അവിടുത്തെ ഒരു കൺട്രി അണ്ടർ ഡെവലപ്ഡ് ആണ് എന്ന് പറയുമ്പോൾ അതിന്റെ മറ്റു വശം, മറ്റേ സൈഡ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് എന്താ? കോൺസിക്വൻസസ് ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ്. വെസ്റ്റേൺ വേൾഡുകൾ അതേസമയം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു കോൺസിക്വൻസ് എന്ന മട്ടിലാണ് മറ്റു രാജ്യങ്ങൾ അണ്ടർ ഡെവലപ്ഡ് ആയി മാറിക്കൊണ്ടിരുന്നത്. The later concentrated economic power and political decisions that maintained underdevelopment and dependency. അങ്ങനെ ഇക്കണോമിക് പവർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നതിനെ കുറിച്ചും പൊളിറ്റിക്കൽ ഡിസിഷൻസ് ഭരണവർഗത്തിലുള്ള അല്ലെങ്കിൽ അധികാരികൾ മാത്രമായിട്ട് എടുത്തുകൊണ്ടിരുന്നതിനെ കുറിച്ചും അത് അങ്ങനെയുള്ള ഒരു അവസ്ഥ നിലനിന്നിരുന്നപ്പോഴാണ്
ഒരു അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിൽ നിലനിന്നിരുന്നത്. ആ ഒരു അവസ്ഥയാണ് ഇത്തരത്തിലുള്ള ഡിപ്പെൻഡൻസി തിയറികളിലേക്കൊക്കെ വഴിവെച്ചത്. Third world countries were politically and culturally dependent on the West, particularly on the US state. എല്ലാ തേർഡ് വേൾഡ് കൺട്രീസും കൾച്ചറലായിട്ടും പൊളിറ്റിക്കലായിട്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോലുള്ള ഡെവലപ്ഡ് കൺട്രീസിനെയാണ് എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. Aside from external problems, internal structures were also responsible for the problems of underdevelopment. ഇനി external problems മാത്രമാണെന്ന് പറയുന്നില്ല, internal problems അതിനൊരു കാരണമൊക്കെ തന്നെയാണ്. Unequal land distribution, lack of credit for peasants, and poor healthcare services strongly limited the possibilities for an overall improvement in social condition. ഇനി എവിടെയെല്ലാം ഡെവലപ്മെന്റ് വരാതിരുന്നത് കൊണ്ടാണ് അതെല്ലാം അണ്ടർ ഡെവലപ്ഡ് കൺട്രി ആയിട്ട് മാറാനായിട്ടുള്ള കാരണം, അല്ലെങ്കിൽ അതേ ഒരു അവസ്ഥയിൽ തുടരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? അൺഈക്വൽ ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ, കൂടുതൽ ലാൻഡ് അധികാരമുള്ളവരുടെ അല്ലെങ്കിൽ എലൈറ്റ് ക്ലാസിന്റെ ഇടയിൽ മാത്രം നിലനിന്നിരുന്നു. അവര് പിടിച്ചടക്കിയിരുന്നു, അവര് പാവങ്ങൾക്കൊന്നും കൊടുത്തിരുന്നില്ല മറ്റുള്ളവർക്ക്. സോ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ലാക്ക് ഓഫ് ക്രെഡിറ്റ് ഫോർ പെസൻസ്, കർഷകർക്ക് കടം വരെ കിട്ടാത്ത അവസ്ഥയായിരുന്നു. ആൻഡ് പുവർ ഹെൽത്ത് കെയർ സർവീസസ് strongly limited the possibilities for an overall improvement in social conditions. Then also, innovations promoted by development programs were adopted by the individuals from the higher socio-economic strata living in cities rather than by poor and rural population. ഇനി എന്താണ് പറയുന്നത്? ഇന്നോവേഷൻസ് ഒക്കെ അന്നും നടന്നിരുന്നു. പലതരത്തിലുള്ള ടെക്നോളജികളായിട്ടോ ഇൻഡസ്ട്രിയൽ ഫീൽഡിലും ഒക്കെ ഇന്നോവേഷൻസ് ഒക്കെ നടന്നിരുന്നു. ഇതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ ആരാണ് അഡോപ്റ്റ് ചെയ്തിരുന്നത്? ആ ഒരു എലൈറ്റ് ക്ലാസ്, അഡോപ്റ്റഡ് ബൈ ദ ഇൻഡിവിജ്വൽസ് ഫ്രം ദ ഹയർ സോഷ്യോ ഇക്കണോമിക് സ്ട്രാറ്റ ലിവിങ് ഇൻ സിറ്റീസ്. സിറ്റീസിൽ ജീവിച്ചിരുന്ന, സോഷ്യലി ഇക്കണോമിക്കലി വളരെ ഹയർ ലെവലിൽ കഴിഞ്ഞിരുന്ന ആ ഒരു വിഭാഗത്തിന് മാത്രമാണ് ഈ ഇന്നോവേഷൻസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിരുന്നത്. അല്ലാതെ റൂറൽ പീപ്പിൾസിന് അല്ലെങ്കിൽ പുവർ പോപ്പുലേഷൻ ഒന്നും ഇത് അഡോപ്റ്റബിൾ ആയിരുന്നില്ല. In singling out the mass media as having a central role in introducing innovations, modernization theories ignored the issue of media ownership and control. ഓക്കെ, മീഡിയക്ക് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. ഇന്നോവേഷൻസിനെ കുറിച്ച് ഡിഫ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സ്പ്രെഡ് ചെയ്യുന്നത്, ഇൻഫർമേഷനൊക്കെ സ്പ്രെഡ് ചെയ്യേണ്ടത് മാസ് മീഡിയകളുടെ, അവർ നടത്തേണ്ട മാസ് കമ്മ്യൂണിക്കേഷൻ്റെ അവരുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അതാണ് മാസ് മീഡിയയുടെ ധർമ്മം എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, മോഡേണൈസേഷൻ തിയറീസിനെ കുറിച്ചൊക്കെ അങ്ങനെ ഇതിലൂടെ ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ദേ ഇഗ്നോർഡ് ദ ഇഷ്യൂ ഓഫ് മീഡിയ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. ഇതിൽ ആ ഒരു തിയറികളിൽ, ഡോമിനന്റ് പാരഡൈം അല്ലെങ്കിൽ മോഡേണൈസേഷൻ തിയറികളിൽ പക്ഷെ ഒരു കാര്യം അവർ മറച്ചു പിടിച്ചു, അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റി ആ തിയറികളൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്താണത്? മീഡിയ ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ. മീഡിയ ആര് അതിന്റെ ഓണറാണ്, അല്ലെങ്കിൽ ആ മീഡിയയുടെ കൺട്രോൾ ആരിലാണ്, ആ ഒരു കാര്യം. കാരണം ഗവൺമെന്റിന്റെ കൺട്രോളിലാണ് ആ മീഡിയ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എലൈറ്റ് ക്ലാസിന്റെ കൺട്രോളിലാണ് അതെന്നുണ്ടെങ്കിൽ, അവർക്ക് കൂടുതൽ താല്പര്യമുള്ള ന്യൂസുകൾ മാത്രമല്ലേ അതിലൂടെ ടെലികാസ്റ്റ് ചെയ്തിരുന്നുള്ളൂ അല്ലെങ്കിൽ എഴുതിയിരുന്നുള്ളൂ. അതൊന്നും ഈ പുവർ ആൻഡ് റൂറൽ പോപ്പുലേഷൻസിന് അൺഅവൈലബിൾ ആയിരുന്നു, അല്ലെങ്കിൽ അവരെ ഒന്നും അവെയർ ചെയ്യിപ്പിക്കണമെന്ന് ഇവര് ഡിസിഷൻ എടുത്തിരുന്നില്ല. അപ്പൊ ആ ഡിസിഷൻ എടുക്കുക എന്നത് മീഡിയ ഓണർഷിപ്പിന്റെ മാത്രം ഉത്തരവാദിത്തമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമായിരുന്നു. പക്ഷെ അവരതൊന്നും ചെയ്തിരുന്നില്ല. അർബൻ ആൻഡ് പവർഫുൾ ഇൻട്രസ്റ്റ് കൺട്രോൾഡ് ദ മീഡിയ ദാറ്റ് വാസ് സപ്പോസ്ഡ് ടു പ്രൊമോട്ട് ഡെവലപ്മെന്റ്. ഇതെല്ലാം കൺട്രോൾ ചെയ്യപ്പെട്ടിരുന്നത് ആ ഒരു എലൈറ്റ് പീപ്പിൾ ആണ്. The media were not interested in championing social goals or helping underprivileged populations, but in transmitting entertainment and trivial information. ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലായാലും ഇനി ചില മീഡിയാസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ സോഷ്യൽ ഗോളില് അല്ലെങ്കിൽ അവരുടെ
സോഷ്യൽ ഗോള് നേടിയെടുക്കുക അല്ലെങ്കിൽ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷനെ ഹെൽപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ ഈ മീഡിയയൊന്നും ഒരു ന്യൂസും അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻസും ഒരു അവയർനെസ് പ്രോഗ്രാംസും നടത്തുന്നില്ല. അവർ എന്റർടൈൻമെന്റും ട്രിവിയൽ ഇൻഫോർമേഷൻസും മാത്രമാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെ ആ നാട്ടിലെ ആളുകൾ അവയർ ആയിട്ട് മാറും? അതാണ് ഇതിന്റെ ഒരു ക്രിറ്റിക്. Only a small percentage of programming was devoted to development issues. And in regions such as Latin America, the media were commercially run and their central goal was profit making, not social change. ഇനി ഓരോ രാജ്യങ്ങളെ എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് ദ മീഡിയയ്ക്ക് മാത്രമേ ഇങ്ങനെ അവയർനെസ് കൊടുക്കണം, ഡെവലപ്മെന്റിനെ കുറിച്ചിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ പുവർ പീപ്പിൾസിന്റെ അടുത്തേക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എത്തണം, റൂറൽ ഏരിയയിലേക്ക് ടെക്നോളജി ഡെവലപ്മെന്റ്, ഇന്നവേഷൻ, ഡിഫ്യൂഷൻ ഒക്കെ നടത്തണമെന്ന് വളരെ സ്മോൾ പെർസെൻറ്റേജിന് മാത്രമേ ഒരു എയിം ഉണ്ടായിരുന്നുള്ളൂ. ഇൻ ദ കേസ് ഓഫ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസില്, ലാറ്റിൻ അമേരിക്കയില് മീഡിയ കൊമേഴ്സ്യലി ആണ് അവിടെ റൺ ചെയ്യുന്നത്. അവരുടെ സെൻട്രൽ ഗോൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മേക്കിംഗ് മാത്രമാണ്, നോട്ട് ദ സോഷ്യൽ ചേഞ്ച്. The solution to underdevelopment problems was essentially political rather than merely informational. ഇതിലെല്ലാത്തിലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. Information and media policies were necessary to deal with the communication problems. ഈ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നെല്ലാം തീരുമാനിക്കുന്ന ആ ഒരു മീഡിയ പോളിസിനെ കൈകാര്യം ചെയ്യുന്നതിലെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് കൂടിയുണ്ട്. Solutions to underdevelopment required major changes in media structure that were dominated by commercial principles and foreign interest. കൊമേഴ്സ്യൽ പ്രിൻസിപ്പിൾസിൽ മാത്രം നിലയുറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള മീഡിയകൾക്ക് അല്ലെങ്കിൽ ഫോറിൻ ഇൻട്രസ്റ്റുകളെ കാത്തു സൂക്ഷിക്കുന്ന മീഡിയകൾക്ക് എന്ത് കമ്മിറ്റ്മെന്റ് ആണ് സൊസൈറ്റിനോട് ഉണ്ടാവുക? ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. അവരുടെ ലക്ഷ്യം പ്രോഫിറ്റ് മാത്രമായിരിക്കും. അപ്പൊ എവിടെയാണ് ഒരു സൊല്യൂഷൻ വേണ്ടത്? സൊല്യൂഷൻസ് ടു അണ്ടർ ഡെവലപ്മെന്റ് റിക്വയർഡ് മേജർ ചേഞ്ചസ് ഇൻ മീഡിയ സ്ട്രക്ചർ. മീഡിയയുടെ സ്ട്രക്ചറില്, അതിന്റെ ഓണർഷിപ്പില്, അവരുടെ പോളിസീസില് എല്ലാം ചേഞ്ച് വേണം. ഇതെല്ലാം പറയുന്നത് ഏത് തിയറിയിലാണ്? ഡിപ്പെൻഡൻസി തിയറി. Policies needed to promote national and public goals that could put the media in the service of the people rather than as pipelines for capitalist ideologies. ഈ ക്യാപിറ്റലിസ്റ്റ് ഐഡിയോളജീസ് മാത്രം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന മീഡിയയ്ക്ക് പിന്നെ എങ്ങനെയാണ് നാഷണൽ പബ്ലിക് ഗോൾസിനെ അതിനെ സ്വായത്തമാക്കാനായിട്ട് അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക? Such positions were expressed in the number of international forums, particularly during the UNESCO-sponsored debates about the New World Information and Communication Order in the 1970s and 1980s. ഇത്തരം കാര്യങ്ങളെ ഒക്കെ ധാരാളം ഇന്റർനാഷണൽ ഫോറംസിലെ, ഫോറല്ല അവിടെ ഫോറംസ് ആണ്, ഇന്റർനാഷണൽ ഫോറംസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓരോ രാജ്യങ്ങളും ഡിസ്കസ് ചെയ്തിരുന്നു. യുനെസ്കോയുടെ നേതൃത്വത്തിൽ നടന്ന പല പരിപാടികളിലും ഇത്തരം കാര്യങ്ങളെ പറ്റി ഡിബേറ്റുകൾ നടക്കുകയൊക്കെ ചെയ്തു. 1970സിലും 1980സിലും ഒക്കെ നടന്ന ന്യൂ വേൾഡ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർഡറിൽ ഈ കാര്യങ്ങളെല്ലാം ഡിബേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. Representatives from third world countries proposed നാഷണൽ കമ്മ്യൂണിക്കേഷൻ പോളിസീസ്. മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഈ തേർഡ് വേൾഡ് കൺട്രീസ് ഒരു നാഷണൽ കമ്മ്യൂണിക്കേഷൻ പോളിസീസിനെ പ്രപ്പോസ് ചെയ്തു. ദാറ്റ് എംഫസൈസ്ഡ് ദ നീഡ് ഫോർ ഗവൺമെന്റ് ടു കൺട്രോൾ മീഡിയ സ്ട്രക്ചേഴ്സ്. അതിൽ എന്താണ് അവർ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള നയങ്ങൾ വേണമെന്നാണ് പറഞ്ഞിരുന്നത്? എംഫസൈസ്ഡ് ദ നീഡ് ഫോർ ഗവൺമെന്റ് ടു കൺട്രോൾ മീഡിയ സ്ട്രക്ചർ. മീഡിയയുടെ സ്ട്രക്ചർ കൺട്രോൾ ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ്. And oppose domestic and foreign elites and business interest. ബിസിനസ് ഇൻട്രസ്റ്റിനുള്ള ഒരു ഡയസ് ആയിട്ട് മാറരുത് മീഡിയ. ദെൻ ഫോറിൻ എലൈറ്റ്സിന്റെ കൺട്രോളിൽ ഒതുങ്ങുന്ന ഒന്നായിട്ട് മാറരുത് നമ്മുടെ ഓരോ കൺട്രിയിലെയും മീഡിയ. നെക്സ്റ്റ് തിയറി, പാർട്ടിസിപ്പേറ്ററി തിയറീസ് ആൻഡ് അപ്രോച്ചസ്. ഡിപ്പെൻഡൻസി തിയറിയിൽ അവര് എല്ലാ കാര്യം കൊണ്ടും ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരുന്നത് മാസ് മീഡിയനെയായിരുന്നു. മാസ് മീഡിയയുടെ റോള് അവര് വേണ്ട വിധത്തിൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മോഡേണൈസേഷൻ, ഡിഫ്യൂഷൻ ഓഫ് ഇന്നവേഷൻ തിയറിയുടെ ക്രിറ്റിക് ആയിട്ട് ഡിപ്പെൻഡൻസി തിയറി
മീഡിയയ്ക്ക് എതിരായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നെക്സ്റ്റ് പാർട്ടിസിപ്പേറ്ററി തിയറി എന്താണ് പറയുന്നതെന്ന് നോക്കാം. പാർട്ടിസിപ്പേറ്ററി തിയറി ഓൾസോ ക്രിറ്റിസൈസസ് ദ മോഡേണൈസേഷൻ പാരഡൈം. ഇതും ഒരു ക്രിറ്റിസിസം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഓൺ ദ ഗ്രൗണ്ട് ദാറ്റ് ഇറ്റ് പ്രൊമോട്ടഡ് എ ടോപ്പ് ഡൗൺ, ഒരു ടോപ്പ് ഡൗൺ ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് മോഡേണൈസേഷൻ തിയറിയിൽ നടക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഏത് തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് നമ്മൾ വ്യൂ ചെയ്യേണ്ടത്? ഒരു പാറ്റേർണാലിസ്റ്റിക് വ്യൂ ഓഫ് ഡെവലപ്മെന്റ്. നമുക്കൊരു ഒരു നമ്മുടെ പൈതൃകത്തിന് യോജിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ഒരു ശരിക്കും ഒരു ഡെവലപ്മെന്റ് തന്നെ ആയിരിക്കണം എന്തിന്റെയും ലക്ഷ്യം. They argued that the diffusion model proposed a conception of development associated with a Western vision of progress. Western vision of progress, ഒരു പുരോഗതിയെ കുറിച്ചുള്ള ഒരു വെസ്റ്റേൺ കാഴ്ചപ്പാട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. Development theories also criticized the traditional approaches for having been designed and executed in the capital cities by local elites with guidance and a direction from foreign specialties. നമുക്ക് ഇതിലെ ഡെവലപ്മെന്റ് തിയറീസിൽ അവർ ക്രിറ്റിസൈസ് ചെയ്തിരുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള അപ്രോച്ചസിനെയാണ്. ഇപ്പോൾ വില്ലേജസിന് അല്ലെങ്കിൽ എത്നിക് ഗ്രൂപ്പുകൾക്ക് അവർക്കൊക്കെ ട്രഡീഷണൽ വ്യൂ ഓഫ് അപ്രോച്ച്, അവരുടെ മൈൻഡ് സെറ്റ് ഒക്കെ അതാണ്, അതുകൊണ്ടാണ് ഒരു ഡെവലപ്മെന്റ് നടക്കാത്തത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതോടൊപ്പം തന്നെ ആൻഡ് എക്സിക്യൂട്ടഡ് ഇൻ ദ ക്യാപിറ്റൽ സിറ്റീസ് ബൈ ലോക്കൽ എലൈറ്റ്സ് വിത്ത് ഗൈഡൻസ് ആൻഡ് ഡയറക്ഷൻ ഫ്രം ഫോറിൻ സ്പെഷ്യലിസ്റ്റ്. ലോക്കൽ എലൈറ്റ്സ് ആയാലും ഫോറിൻ സ്പെഷ്യലിസ്റ്റ്, ഈ തിയറിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളായാലും അവരെല്ലാം അതെങ്ങനെ മാറ്റിയെടുക്കാം അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം, ആളുകളുടെ അവയർനെസ് എങ്ങനെ കൂട്ടാം എന്നുള്ള മെസ്സേജുകളാണ് ഡിസൈൻ ചെയ്ത് എടുക്കേണ്ടത്. Local people were not involved in preparing and instrumenting development interventions. ഇതിൽ എപ്പോഴും ഡിസിഷൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെ എലൈറ്റ് പീപ്പിൾ ആണ് നടത്തുന്നത്, അല്ലെങ്കിൽ ഫോറിൻ ഇൻഫ്ലുവൻസിലെ ഫോറിൻ തിയററ്റീഷ്യൻസ് അവരൊക്കെയാണ് ഓരോ രാജ്യത്തിന്റെ കാര്യത്തിലും ഇടപെട്ട് വരുന്നത്. അവിടുത്തെ ലോക്കൽ പീപ്പിൾസിന് ആ ഒരു ഡിസിഷനിൽ രാജ്യവുമായി ബന്ധപ്പെട്ട രാജ്യ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള പീപ്പിൾസിന് യാതൊരു റൈറ്റും ഉണ്ടായിരുന്നില്ല. ഗവൺമെന്റ് decided what was best for agricultural population. For example, without giving them a sense of ownership in the systems that were introduced. ഗവൺമെന്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഇവിടുത്തെ ജനതയ്ക്ക് ഏത് തരത്തിലുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസ് കൊടുക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ അവിടെ എന്ത് കൃഷി ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് തീരുമാനിക്കുന്നു. ആക്ച്വലി ഗവൺമെന്റ് ആണോ തീരുമാനിക്കേണ്ടത്? ശരിക്കും പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഡിസിഷൻ വരേണ്ടത് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെയാണ്. കാരണം അവിടുത്തെ ട്രഡീഷണൽ ആയിട്ട് അവിടെ അഗ്രികൾച്ചറൽ പ്രാക്ടീസ് നടത്തുന്ന, അല്ലെങ്കിൽ ആ ഗ്രാമത്തിൽ ആ കൺട്രിയിലെ ആ ഒരു പ്രത്യേക വില്ലേജ് ഏരിയയിൽ വർഷങ്ങളോളമായിട്ട് താമസിക്കുന്നവർക്ക് അവർക്ക് ആ മണ്ണിനെ അറിയാനായിട്ട് അവർക്ക് സാധിക്കും. ആ സോയിലിലെ ആപ്റ്റായിട്ടുള്ള കൃഷി രീതികൾ എന്തൊക്കെയാണെന്ന് അവർക്കാണ് പറയാൻ പറ്റുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൂടി അവിടെ ആവശ്യമാണ്. ഒരു പാർട്ടിസിപ്പേറ്ററി മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അതാണ്. കർഷകരുമായിട്ട് ചർച്ച ചെയ്ത് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരിൽ നിന്നുള്ള ഡിസിഷൻസ് കൂടി എടുത്തതിന് ശേഷമായിരിക്കണം ഗവൺമെന്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ ആ ഒരു സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു തീരുമാനമെടുക്കാൻ. The top-down approach of a persuasion model implicitly assumed that the knowledge of government and agencies was correct, and that indigenous population either did not know or had incorrect belief. അപ്പോൾ അങ്ങനെ ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യാതെ ഈ ടോപ്പ് ഡൗൺ അപ്രോച്ചസ് ആ ടോപ്പ് ഡൗൺ അപ്രോച്ചിനെ പിടിച്ചുകൊണ്ട് ഗവൺമെന്റോ എലൈറ്റ് ക്ലാസ്സുകളോ ഒക്കെ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും അവിടുത്തെ ആ ഒരു ജനതയ്ക്ക് സ്യൂട്ട് ആകുന്നതായിരിക്കില്ല. Because the programs came from outside villages, communities felt that innovations did not belong to them, but to the government, and thus expected a later to fix things when they went wrong. അപ്പോൾ മറ്റുള്ളവർ എന്താണ് വിചാരിക്കുന്നത്? ഈ നാട്ടിലൊന്നും നടക്കില്ല, ഇവിടുത്തെ ഔട്ട്സൈഡ് വില്ലേജസിൽ അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിറ്റീസിന്റെ ഈ ഒരു ഇതുകൊണ്ട് അവരുടെ ആ കാഴ്ചപ്പാട് ശരിയല്ലാത്തത് കൊണ്ട്
ഇപ്പൊ ഗവൺമെന്റ് ഒരു ഡിസിഷൻ എടുത്തു, ആ ഡിസിഷൻ അനുസരിച്ചിട്ട് അവിടുത്തെ വില്ലേജസിൽ അവര് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അവർക്ക് പറ്റിയ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാറി നിൽക്കുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കുകയാണ്, മറ്റു കൺട്രീസിലുള്ളവർ വിചാരിക്കുകയാണ് ഇത് ഈ രാജ്യത്ത് യാതൊരു തരത്തിലുള്ള ഡെവലപ്മെന്റുകളും നടക്കില്ല, കാരണം ഇവിടുത്തെ ആളുകളുടെ മെന്റാലിറ്റി അങ്ങനെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതാണോ സത്യം? അല്ല. ഗവൺമെന്റ് അവർക്ക് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റാത്ത കാര്യങ്ങളിലാണ് ഡിസിഷൻ എടുക്കുന്നത്. ഒരു പാർട്ടിസിപ്പേറ്ററി ലെവലിൽ ചിന്തിച്ചുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് സക്സസ്ഫുൾ ആവും. The sense of disempowerment was also rooted in the fact that targeted populations did not have the choice to reject recommendations or introduce modifications to interventions. ഗവൺമെന്റ് പറയുന്നത് അവർ ഫോഴ്സ്ഫുള്ളി അക്സെപ്റ്റ് ചെയ്യണം, അല്ലാതെ അതിനെ റിജക്റ്റ് ചെയ്യാനായിട്ട് ആ ടാർഗറ്റഡ് പോപ്പുലേഷൻ ഒരു റൈറ്റും ഇല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻസ് പറയാൻ, അതിലേക്ക് ഇന്റർവെയിൻ ചെയ്യാൻ ഒന്നും അവർക്ക് റൈറ്റ് ഇല്ല. എക്സ്പേർട്സ് ലേൺഡ് ദാറ്റ് development was not restricted to just building roads, piping water and distributing electricity. ഇനി അത് മാത്രമല്ല പറയുന്നത്, മറ്റു ചില ഫീൽഡുകളെ കുറിച്ച് കൂടി ഈ പാർട്ടിസിപ്പേറ്ററി തിയറിയിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ എക്സ്പേർട്സ് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ഒരു എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് അല്ല അവർ ഉദ്ദേശിക്കുന്നത്, ഇൻബിൽറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ജസ്റ്റ് ബിൽഡിംഗ് റോഡ്സ്, പൈപ്പിംഗ് വാട്ടർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഇലക്ട്രിസിറ്റി, അതിലൊക്കെയാണ് ഡെവലപ്മെന്റ് വേണ്ടതെന്നാണ് ഇതിലെ എക്സ്പേർട്സുകൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള തിയറിക്കാണ് അവർ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. നോ വാസ് ഇറ്റ് ലിമിറ്റഡ് ടു എഫേർട്സ് ടു ഇൻക്രീസ് നെയ്തർ ഫാം yields നോ സ്വിച്ചിങ് ഫാമേഴ്സ് ഓവർ ടു ക്യാഷ് ക്രോപ്സ്. പക്ഷേ ആ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുള്ള വികസനം ഇല്ലാതെ എങ്ങനെയാണ് ഒരു കൺട്രിക്ക് ഡെവലപ്ഡ് ആകാനായിട്ട് സാധിക്കുക? കാരണം നമ്മുടെ ഫാം yieldsകൾ അവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടുന്നത്. മേജർ ഇൻകം എന്നല്ല, ആ ഒരു അങ്ങനെ കിട്ടുന്ന ഒരു എന്താണോ ആ ഒരു പ്രൊഡക്ടിവിറ്റി, അതില്ലാതെ ഒരു രാജ്യത്തിന് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ മെയിൻ ആയിട്ട് അവിടെയാണ് ഡെവലപ്മെന്റ് വരേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആ ആളുകൾക്കാണ് കൂടുതൽ അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് ഉയരേണ്ടത്. Many of the agricultural projects failed because farmers were reluctant to abandon their traditional ways for foreign and unknown methods. ഇത്തരം unknown methodsനെ സ്വീകരിക്കാനായിട്ട് അല്ലെങ്കിൽ ഫോറിൻ ടെക്നോളജീസിനെ യൂസ് ചെയ്യാനായിട്ട് അവര് വിമുഖത കാണിക്കുന്നു. അതും ഇതിനൊരു കാരണമാണ് ഡെവലപ്മെന്റ് ഇല്ലാതെയാവുന്നതിന്. The lack of local participation was viewed as responsible for the failure of different programs. പക്ഷേ ഈ അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇതിന് കാരണം എന്നത് ഫാക്റ്റ് ആണ്. പക്ഷെ ഈ തിയറി എന്താണ് പറയുന്നത്? പാർട്ടിസിപ്പേറ്ററി തിയറി പറയുന്നത് അവരെ കൂടി പങ്കെടുപ്പിക്കുന്നില്ലല്ലോ, ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യത്തിൽ അവരെ കൂടി ഉൾപ്പെടുത്തുന്നില്ല. അതുകൊണ്ടാണ് ആ തിയറി അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെന്റ് ഇവിടെ വർക്കൗട്ട് ആകാത്തത്. Participatory theory is considered necessary a redefinition of development communication. Development communication എന്ന് പറഞ്ഞാൽ ഇന്നതാവണമെന്ന് പാർട്ടിസിപ്പേറ്ററി തിയറി പറഞ്ഞു വെക്കുകയാണ്. എങ്ങനെയാവണമെന്ന്? Onset of definition stated that it means the systematic utilization of communication channels. Communication channels നെ systematic ആയിട്ട് യൂസ് ചെയ്യണം. And techniques to increase people's participation in development. ആളുകളെ കൂടി, ജനങ്ങളെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഡെവലപ്മെന്റൽ പ്രോസസ്സ് ഇവിടെ നടക്കണം. അതിന് മീഡിയയിലൂടെ ഇവർക്ക് ഒരു പാർട്ടിസിപ്പേറ്ററി ചാനൽ ഒരുക്കി കൊടുക്കണം. ആൻഡ് ടു ഇൻഫോം, മോട്ടിവേറ്റ് ആൻഡ് ട്രെയിൻ റൂറൽ പോപ്പുലേഷൻസ് മെയിൻലി അറ്റ് ദ ഗ്രാസ് റൂട്ട്സ്. അവർക്ക് കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അവർക്ക് കൂടി ഗവൺമെന്റിന് സജഷൻസ് വെക്കാനാകുന്ന തരത്തിൽ മീഡിയ ഒരു പാത്ത്, create a path between the government and peoples. അത് ഒരു മീഡിയയുടെ റൈറ്റ് ആയിട്ട് കാണണം. For others, development communication needed to be human rather than media centered. ഡിപ്പെൻഡൻസി തിയറിയിൽ എന്താ പറയുന്നത്? മീഡിയനെ കുറിച്ചിട്ട് തന്നെയാണ് ക്രിറ്റിസൈസ് ചെയ്യുന്നത്. പിന്നെ ഡെവലപ്മെന്റ് മോഡേണൈസേഷൻ തിയറിയിൽ പറയുന്നത് മീഡിയയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. മീഡിയയാണ് ഇത് ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ടത്, അങ്ങനെയാണ് നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ വേണ്ടത് ഹ്യൂമനെയാണ് സെന്റർ ചെയ്യേണ്ടത്. സെന്റേർഡ് ദ ഹ്യൂമൻസ്, നോട്ട് റാദർ ദാൻ ദ മീഡിയ.
ജനങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. People should not be forced to adopt new practices, no matter how beneficial they seem in the eyes of agencies and government. ഏജൻസികളുടെയും ഗവൺമെന്റിന്റെയും ഒക്കെ കണ്ണിൽ അവരെടുക്കുന്ന പ്രാക്ടീസസ് അല്ലെങ്കിൽ അവരെടുക്കുന്ന മെഷേഴ്സ് അതെല്ലാം ജനങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും, ബെനിഫിഷ്യൽ ആയിരിക്കും എന്ന് പറഞ്ഞ് അവരിലേക്ക് ഫോഴ്സ്ഫുൾ ആയിട്ട് അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. അത് അവരുടെ കാഴ്ചപ്പാടാണ്, ഏജൻസികളുടെ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടാണ്, ആ നാട്ടിലെ ജനങ്ങളുടെ വ്യൂസ് അല്ല. Instead, people needed to be encouraged to participate rather than adopt new practices based on information. Brazilian educator Paulo Freire, 1970s, whose writings and experiences became an influential strand in participatory communication. ഇനി പാർട്ടിസിപ്പേറ്ററി കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് പൗലോ ഫ്രയർ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, അതിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. He argued that development programs had failed to educate small farmers because they were interested in pursuing them, benefiting of adopting certain innovations. അവരെ വേണ്ട വിധത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്യിക്കുന്ന കാര്യത്തിൽ നമ്മളുടെ മീഡിയാസ് കൊടുക്കുന്ന ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ വളരെ ഫെയിൽഡ് ആണ്. ഫാമേഴ്സിന് മനസ്സിലാകുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകളൊന്നുമല്ല ഫാമേഴ്സിനെ അവയർനെസ് കൊടുക്കാനായിട്ട് മീഡിയ സ്വീകരിച്ചിട്ടുള്ളത്. ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ട്രൈഡ് ടു ഡൊമസ്റ്റിക്കേറ്റ് ഫോറിൻ കോൺസെപ്റ്റ്, ടു ഫീഡ് ഇൻഫോർമേഷൻ, to force local population to accept Western ideas and practices without asking how such practices fit existing culture. Existing culture-ന് ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ ഇവരുടെ ഗവൺമെന്റിന്റെ മെഷേഴ്സ് അനുസരിച്ച് ഫാമേഴ്സ് ഫോളോ ചെയ്യേണ്ടത്? അല്ല, അതൊന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും. ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന തരത്തിൽ ഓരോ മീഡിയയും ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ്, ഈ ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷനെ ഉദ്ദേശിച്ചുകൊണ്ട് ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് എന്ന് പറയുന്നത് അതിൽ ജസ്റ്റ് ഇൻഫർമേഷൻ ഫീഡ് ചെയ്യുന്നുണ്ട്, എന്നാൽ അതെല്ലാം വെസ്റ്റേൺ ഐഡിയാസുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അല്ലാതെ നമ്മളുടെ നാട്ടിലെ എക്സിസ്റ്റിംഗ് കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് യോജിച്ച ഐഡിയാസ് ആയിരിക്കില്ല. ഹിസ് അപ്രോച്ച് ഹാസ് ബീൻ കോൾഡ് ഡയലോജിക്കൽ പെഡഗോഗി. പൗലോ ഫ്രയറിന്റെ ആ ഒരു അപ്രോച്ചിനെ ആണ് എന്ത് വിളിക്കുന്നത്? ഡയലോജിക്കൽ പെഡഗോഗി. which defined equity in distribution and active grassroots participation as central principle. Grassroots participation വേണം, equity distribution വേണം എന്നൊക്കെ തന്നെയാണ് ഈ ഒരു തിയറിയിലും പറയുന്നത്. Community based forms of communication such as songs, theatre, radio, video and other activities that required group intervention needed to be promoted. ഇനി ഓരോ നാട്ടിലെയും വളരെ റൂറൽ ആയിട്ടുള്ള ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് ആവശ്യം അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ മനസ്സിലാകുന്നത് അവരുടേതായ ട്രഡീഷണൽ ഫോക്ക് ആർട്ടുകളിലൂടെ ആ ഒരു കാര്യത്തിനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റിന് ആ ഒരു വേ ഓഫ് ടീച്ചിങ് പ്രോഗ്രാം എന്തുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തുകൂടാ? ഏതെങ്കിലും നാടക രൂപത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അഗ്രികൾച്ചർ മെഷേഴ്സിനെ കുറിച്ചിട്ട് ഒരു നാടക രൂപത്തിൽ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം. ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അവർക്ക് നല്ല ക്രോപ്പ് കിട്ടി, പ്രൊഡക്ടിവിറ്റി കിട്ടി. അതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ആ നാടകം കാണുമ്പോൾ അവർ ആ ഒരു ഫോക്ക് ആർട്ടിനെ, ആ ഒരു ആർട്ടിനെ അവർ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അപ്പൊ അതിലൂടെ പറയുന്ന തിയറികളെ അവർക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അവരുടേതായിട്ടുള്ള നാടൻ പാട്ടുകളിലൂടെ അല്ലെങ്കിൽ റേഡിയോയിലൂടെ അവർക്ക് മനസ്സിലാകുന്ന ആളുകളുടെ ഭാഷയിലൂടെ അങ്ങനെയെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അതെല്ലാം പെട്ടെന്ന് തന്നെ സക്സസ്ഫുൾ ആകും. കമ്മ്യൂണിറ്റി മീഡിയ ഡീൽഡ് വിത്ത് വേരിയസ് സബ്ജക്ട്സ്: ലിറ്ററസി, ഹെൽത്ത്, സേഫ്റ്റി, അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, ലാൻഡ് ഓണർഷിപ്പ്, ജെൻഡർ ആൻഡ് സംതിങ്. കമ്മ്യൂണിറ്റി മീഡിയ എന്തെല്ലാം വേരിയസ് സബ്ജക്റ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്? ലിറ്ററസി, ഹെൽത്ത്, സേഫ്റ്റി, കൾച്ചർ, അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി, ലാൻഡ് ഓണർഷിപ്പ്, ജെൻഡർ ഇഷ്യൂസ്, അങ്ങനെ ധാരാളം കാര്യങ്ങൾ കമ്മ്യൂണിറ്റി മീഡിയയ്ക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനെല്ലാം ആ നാടുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ട്രഡീഷണൽ ഫോക്ക് ഫോംസുകളെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ആ ഒരു മാർഗമാണ് ഗവൺമെന്റും സ്വീകരിക്കേണ്ടത്.
ഓരോ കൺട്രിയിലെയും മാസ് മീഡിയയ്ക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരുപാട് സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. Then there have been a number of paradigmatic examples. അതിന് ചില എക്സാമ്പിൾസ് ആണ്. In Latin America, miners and peasants radio. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് റേഡിയോ. പെസൻസിനും മൈനേഴ്സിനും എന്ന് പറഞ്ഞാൽ ഖനികളിൽ വർക്ക് ചെയ്യുന്നവര്, അവർക്കൊക്കെ വേണ്ടിയിട്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ അവരുമായിട്ട് യോജിച്ച് നിൽക്കുന്ന പ്രോബ്ലംസ് ആയിരിക്കും അതിലെ പ്രോഗ്രാമുകളിൽ വരുന്നത്. അതിന് പറ്റിയ അവയർനെസ് പ്രോഗ്രാമുകളായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പറ്റിയ എന്റർടൈൻമെന്റ് ആയിരിക്കും. അതിലൊന്നും മറ്റൊരു വെസ്റ്റേൺ വ്യൂസോ അങ്ങനത്തെ അത്തരം കടന്നുകയറ്റങ്ങളൊന്നും ആ പ്രോഗ്രാമുകളിൽ ഉണ്ടായില്ല. ഇൻ ബൊളീവിയ ഗ്രാസ് റൂട്ട് വീഡിയോ ഇൻ പെസൻസ്. ബൊളീവിയയിലാണെങ്കിൽ ഗ്രാസ് റൂട്ട് വീഡിയോ എന്ന് പറഞ്ഞിട്ട് പെസൻസിന് വേണ്ടിയിട്ടുണ്ട്. ഇൻഡിജീനിയസ് മൂവ്മെന്റ്സ് ഇൻ ബ്രസീല്. ദെൻ ടേപ്പ് റെക്കോർഡേഴ്സ് ഇൻ ഗോട്ടിമാല. സ്മോൾ സ്കെയിൽ മൾട്ടിമീഡിയ ഇൻ പെറു. പെറുവിലെ സ്മോൾ സ്കെയിൽ മൾട്ടിമീഡിയ, ലോ പവേർഡ് മീഡിയ ബേസ്ഡ് ഇൻ യൂണിയൻസ്. Then churches were offered as concrete examples of participatory communication development. അതുപോലെ തന്നെ ഒരു പാർട്ടിസിപ്പേറ്ററി കമ്മ്യൂണിക്കേഷന് അവിടുത്തെ ചർച്ചുകളും വേദിയൊരുക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റീസ് ഷുഡ് ബി എൻകറേജ്ഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് എ പ്രോജക്റ്റ്. പല കമ്മ്യൂണിറ്റീസും റിലീജിയസ് സ്ഥാപനങ്ങളും എല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാനായിട്ട് അവിടുത്തെ പോപ്പുലേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് തിയറിയാണ് മീഡിയ അഡ്വക്കസി. Its goals are to stimulate debate and promote responsible portrayals and coverage of health issues. മീഡിയ അഡ്വക്കസിൽ പറയുന്നത് ഏതാണോ മേജർ ആയിട്ട് നിൽക്കുന്ന പ്രോബ്ലംസ്, ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെയുള്ള എന്ത് പ്രോബ്ലവും ആകട്ടെ, അതിനെയെല്ലാം ഡിബേറ്റുകൾക്ക് സ്റ്റിമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യുക. ഡിബേറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ വരിക? ജസ്റ്റ് അവയർനെസ് പ്രോഗ്രാം കൊടുക്കലല്ല, അതൊരു പാർട്ടിസിപ്പേറ്ററി മോഡലാണ്. പീപ്പിൾസിന്റെ പാർട്ടിസിപ്പേഷൻ അതിലുണ്ടാകുന്നു, അവരുടെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് ചർച്ച ചെയ്യാനായിട്ടുള്ള ഒരു വേദിയാണ് ഡിബേറ്റുകൾ. അഡ്വക്കസി റിക്വയേഴ്സ് ദ മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ് and groups in support of certain issues and policies to change public opinion and decisions. അത്തരത്തിലുള്ള ഡിസ്കഷനുകളിലൂടെ ഡിബേറ്റുകളിലൂടെയൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നിലവിലുള്ള ഒപ്പീനിയനിൽ ചേഞ്ച് വരുത്താനായിട്ട്, ഡിസിഷൻസിൽ ചേഞ്ച് വരുത്താനൊക്കെ ആയിട്ട് കഴിയും. Capacity of the media to transmit information that can result in changes. ഒരു മീഡിയയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആ മീഡിയയിലൂടെ ഒരു പോപ്പുലേഷന്റെ ഡിസിഷനിൽ ഒരു ചേഞ്ച് വരുത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അങ്ങനെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതാണ് ആ മീഡിയയുടെ കപ്പാസിറ്റി. മീഡിയ അഡ്വക്കസി സെന്റേഴ്സ് ഓൺ ഷേപ്പിംഗ് ദ പബ്ലിക് ഡിബേറ്റ് അബൌട്ട് പബ്ലിക് ഹെൽത്ത്. It is not information centered but aims to incorporate social themes in entertainment content in order to influence public agendas. ഓരോ ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്ത്, പബ്ലിക് ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത്, അങ്ങനെയുള്ള എല്ലാ ഇഷ്യൂസിനെ കുറിച്ചിട്ട് നമുക്കൊരു പബ്ലിക് ഐഡിയ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇത്തരം മീഡിയ അഡ്വക്കസി ഡിബേറ്റുകൾ, ഡിസ്കഷനുകളെല്ലാം ഹെൽപ്പ് ചെയ്യുന്നു. Media advocacy espouses a community level model of intervention in health issues. മെയിൻ ആയിട്ട് ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഇത് ഇത്തരം പ്രോഗ്രാമുകൾ നടക്കേണ്ടത്. ഡെവലപ്മെന്റ് defined to be the well-being of communities can be achieved through promoting structures and policies that support healthy lifestyles. ഒരു healthy lifestyle അവിടുത്തെ പോപ്പുലേഷന് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും, അങ്ങനെ ഡെവലപ്ഡ് ആകാനായിട്ട് സാധിക്കും. Community organization is the process by which community groups are helped to identify common problems or goals, mobilize resources, and develop and implement strategies for reaching their goals. Then, promoting individual health habits in developing countries without, for example, advocating for clean water supplies, underplays the factors responsible for diseases. അങ്ങനെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും നല്ല അവയർനെസ് കൊടുക്കാനായിട്ട് മീഡിയയിലൂടെ സാധിക്കണം. അതിന് ട്രഡീഷണൽ മീഡിയാസ് യൂസ് ചെയ്യാം, ഫോക്ക് ആർട്ട് ഫോംസുകൾ യൂസ് ചെയ്യാം, മെയിൻ സ്ട്രീം മീഡിയകളെ യൂസ് ചെയ്യാം. ഈവൻ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ, ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ അവിടെ ഡെവലപ്മെന്റും ഉണ്ടാകും, അവിടെ മോർട്ടാലിറ്റി കുറയും.
അതുപോലെ അവരുടെ ഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷൻ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് അവർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. Media advocacy adopt a participatory approach that emphasizes the need of communities to gain control and power to transform their environment. Media advocacy theory assumes that the media largely shape public debate and consequently political and social interventions. അപ്പോൾ അങ്ങനെയുള്ള ഡിബേറ്റുകൾക്ക് ഒരു പാർട്ടിസിപ്പേറ്ററി മോഡലായിട്ട് മീഡിയ മാറുമ്പോൾ എല്ലാതരം കാര്യങ്ങളും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സോഷ്യൽ ആയിട്ടുള്ള എല്ലാ ഇന്റർവെൻഷൻസും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. To be politically effective, then influencing new agendas is mandatory. Then AIDS and tobacco control coalitions and groups in the United States have been successful in their use of the mass media that has resulted in support, funding and the implementation of public policies. യുണൈറ്റഡ് സ്റ്റേറ്റിലൊക്കെ അവര് മാസ് മീഡിയനെ യൂസ് ചെയ്തുകൊണ്ട് എയ്ഡ്സിനെ എങ്ങനെ നേരിടാം, അല്ലെങ്കിൽ എയ്ഡ്സിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് കൊടുത്തു, ടുബാക്കോ കൺട്രോൾ ചെയ്യുന്നതിനുള്ള അവയർനെസ് കൊടുത്തു. അതിലൊക്കെ അതിന് വേണ്ട എല്ലാ ഫണ്ടിങ്ങും ഗവൺമെന്റ് ആണ് നടത്തുന്നത്, പബ്ലിക് പോളിസീസ് സ്വീകരിക്കുന്നതെല്ലാം ഒരു പാർട്ടിസിപ്പേറ്ററി മോഡലിലാണ്. അതിന് മീഡിയ അതിന് വേണ്ട എല്ലാ ഹെൽപ്പുകളും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. Media savviness is necessary to get widespread coverage of certain health issues and to shape law stories are presented. അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ ഗവൺമെന്റിന് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരം അവയർനെസ് പ്രോഗ്രാമുകൾക്ക് കൂടുതൽ കവറേജ് കൊടുക്കാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല സ്റ്റോറികൾ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു സക്സസ് സ്റ്റോറീസ് മീഡിയയിലൂടെ തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കും. The goal of advocacy is to make the innovation a political or national priority that cannot be swept aside with a change in government. In the context of government programs, media advocacy may be carried out by the key people in international agencies as well as special ambassadors, but is gradually taken over by people in national and local leadership positions and the print and electronic media. ഇതേ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഗവൺമെന്റിന് മാത്രമല്ല ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റുന്നത്, ഇന്റർനാഷണൽ ഏജൻസീസിനെ, NGOസിനെ എല്ലാം ഇതിൽ ഇടപെടാനാകും. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന സ്പെഷ്യൽ അംബാസിഡേഴ്സിന് കൂടി ഇവരെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് കഴിയും. Next, criticism from the theory of social mobilization. സോഷ്യൽ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ഏകോപിതമായിട്ടുള്ള ഒരു നീക്കം ഇതിനെതിരെ ആയിട്ട് ഉണ്ടാകണം. ഏതിനെതിരെ? ഈ മോഡേണൈസേഷൻ തിയറിക്ക് അല്ലെങ്കിൽ ഡിഫ്യൂഷൻ ഓഫ് ഇന്നോവേഷനെതിരെ. Social mobilization is a term used by the United Nations International Children's Emergency Fund. ഇതിന്റെ എക്സ്പാൻഷൻ ഒക്കെ പഠിച്ചു വെക്കുക. യൂണിസെഫിന്റെ എക്സ്പാൻഷൻ ആണിത്, അബ്രിവേറ്റ് ചെയ്തിരിക്കുന്നതാണ്. സോഷ്യൽ മൊബിലൈസേഷൻ എന്ന ടേം യൂസ് ചെയ്യുന്നത് യൂണിസെഫ് ആണ്. അത് എന്തിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനാണ്? ടു ഡിസ്ക്രൈബ് എ കോംപ്രിഹെൻസീവ് പ്ലാനിംഗ് അപ്രോച്ച് ദാറ്റ് എംഫസൈസസ് പൊളിറ്റിക്കൽ കോയിലേഷൻ, ബിൽഡിംഗ് ആൻഡ് കമ്മ്യൂണിറ്റി ആക്ഷൻ. കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ആക്ഷൻ എടുക്കുമ്പോൾ, ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു എംഫസൈസ് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു കൂട്ടായ്മ കൂടി അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള ഒരു സഹകരണം കൂടി ഇതിലേക്കൊക്കെ ആവശ്യമാണ്. ആ തരത്തിൽ വേണം ഏതൊരു പ്ലാനിനെയും നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. അപ്പൊ പൊളിറ്റിക്കൽ കോയിലേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഗവൺമെന്റും പീപ്പിൾസും എല്ലാം ഉൾപ്പെടും. It is the process of bringing together all feasible and practical intersectoral social allies to raise people's awareness of and demand for a particular development program, to assist in the delivery of resources and services, and to strengthen the community participation for sustainability and self-reliance. ഒരു ഡെവലപ്മെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് എയിം ചെയ്യുന്നത്? സസ്റ്റൈനബിലിറ്റി, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സെൽഫ് റിലയൻസ്, ഇതെല്ലാം നേടിയെടുക്കണമെങ്കിൽ പീപ്പിൾസിന് അവയർനെസ് ഉണ്ടായിരിക്കണം,
ഏതെല്ലാം പർട്ടിക്കുലർ പ്രോഗ്രാംസ് ആണ് ഇവർക്ക് വേണ്ടിയിട്ട് നടപ്പിൽ വരുത്തേണ്ടതെന്ന കാര്യത്തെക്കുറിച്ച് ഗവൺമെന്റിന് ബോധമുണ്ടായിരിക്കണം. ടു അസിസ്റ്റ് ദ ഡെലിവറി ഓഫ് റിസോഴ്സസ് ആൻഡ് സർവീസസ്, ജനങ്ങൾക്ക് വേണ്ടതായ എല്ലാ റിസോഴ്സസും സർവീസസും എല്ലാം ഡെലിവറി ചെയ്തുകൊണ്ട് ആ ഒരു കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷനെ സ്ട്രെങ്തൻ ചെയ്യണം. A successful mobilization must be built on the basis of the benefits of partners and the decentralized structure. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊബിലൈസേഷൻ സാധ്യമാവുകയുള്ളൂ. അതിലൂടെ മാത്രമേ ഇങ്ങനെ ഒരു successful mobilization must be built on the basis of the benefits of partners and a decentralized structure. എല്ലാ തരത്തിലുള്ള ആളുകളെ വികേന്ദ്രീകരണത്തിലൂടെ അല്ലെങ്കിൽ വികേന്ദ്രീകരിച്ചിരിക്കുന്ന ജനതയ്ക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സക്സസ്ഫുൾ മൊബിലൈസേഷനിലൂടെ, സോഷ്യൽ മൊബിലൈസേഷനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. A child survival and development program in Ghana, for example, started with an analysis to identify individuals and organizations with the potential to serve as partners in a social mobilization project. ഇനി ഘാനയിലെ അവിടെ ഒരു കുട്ടികളുടെ സർവൈവലിന് വേണ്ടിയിട്ട് ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാം നടത്തിയപ്പോൾ അതിലെ ഇൻഡിവിജ്വൽസും ഓർഗനൈസേഷൻസും എല്ലാം തന്നെ ഉൾപ്പെട്ടിരുന്നു. ആൻഡ് ടു സെർവ് ആസ് എ പാർട്ട്നേഴ്സ്, അവരൊക്കെ ഓരോ ഓർഗനൈസേഷൻസ് ആ പ്രോഗ്രാമിൽ ഒരു പാർട്ട്നേഴ്സ് ആയിട്ട് നിന്നു. അങ്ങനെയാണ് ആ ഒരു സോഷ്യൽ മൊബിലൈസേഷൻ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് അവിടെ ഉണ്ടായത്. ദ സ്റ്റഡി ഇൻക്ലൂഡഡ് 3 സബ് സ്റ്റഡീസ്. Interviews with the members of the governmental institution, trade unions, revolutionary organizations, and traditional leaders, among others. Media content analysis that suggested the need for collective efforts between journalists and health workers and the assessment of health information sources among parents. ഇങ്ങനെ ഒരു മൂവ്മെന്റ് വേണമെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ചൈൽഡ് സർവൈവലിനെ കുറിച്ചിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു പ്രോഗ്രാം, ഒരു മൂവ്മെന്റ് ആവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രാം, അതിലേക്ക് ആ ഒരു ഇഷ്യൂയിലേക്ക് ഡെവലപ്മെന്റ് വേണമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അതിൽ ആരുടെയൊക്കെ പാർട്ടിസിപ്പേഷൻ ആണ് ഉണ്ടാവേണ്ടത്, അതിനെക്കുറിച്ച് വ്യക്തമായ സ്റ്റഡികൾ ഉണ്ടായിരിക്കണം. അതോടൊപ്പം ഇന്റർവ്യൂസ് വിത്ത് മെമ്പേഴ്സ് ഓഫ് ദ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്, അല്ലെങ്കിൽ വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ഫോറസ്റ്റുകൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ കുറിച്ചിട്ടാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ അതുമായിട്ടുള്ള ഇന്റർവ്യൂസ് നടത്തേണ്ടത് ആ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ആളുകളോടായിരിക്കണം. ദെൻ ട്രേഡ് യൂണിയൻസ്, റെവല്യൂഷണറി ഓർഗനൈസേഷൻസ് ആൻഡ് ട്രഡീഷണൽ ലീഡേഴ്സ് എമംഗ് അതേഴ്സ്, ജനങ്ങൾക്കിടയിലുള്ള അവർക്ക് കൂടുതൽ അവരുടെ ഇടയിൽ ഒപ്പീനിയൻ ലീഡേഴ്സ് ആയിട്ട് നിൽക്കുന്ന ട്രഡീഷണൽ ലീഡേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ട്രഡീഷണൽ ലീഡേഴ്സ്. ഓരോ കമ്മ്യൂണിറ്റിയും ഏതൊരു ട്രഡീഷണൽ ലീഡറിന്റെ വ്യൂസ് ആണോ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരിലേക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത ലീഡേഴ്സ് ആരാണോ അവരുടെ വ്യൂസിനെ എല്ലാം നമ്മൾ പരിഗണിക്കണം. ഈ മീഡിയ പരിഗണിക്കണം. മീഡിയ കണ്ടന്റ് അനാലിസിസ് ആൻഡ് സജസ്റ്റഡ് ദ നീഡ് ഫോർ കളക്റ്റീവ് എഫേർട്സ് ബിറ്റ്വീൻ ജേർണലിസ്റ്റ് ആൻഡ് ഹെൽത്ത് വർക്കേഴ്സ്. ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും, എല്ലാ സെക്ഷനിൽ നിന്നുമുള്ള ഒരു കോപ്പറേഷൻ ഒരു മൂവ്മെന്റിന് പിന്നിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ദ അസസ്മെന്റ് ഓഫ് ഹെൽത്ത് ഇൻഫർമേഷൻ സോഴ്സസ് എമംഗ് പാരൻസ്, കുട്ടികളുടെ കാര്യം എടുക്കുമ്പോൾ പാരൻസിന്റെ ഇടയിൽ നിന്നും അങ്ങനെയൊക്കെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഒരു കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, mobilization is a process through which community members become aware of the problem, identify the problem as a high priority for community action, and decide steps to take action. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കൂ. സോഷ്യൽ മൊബിലൈസേഷൻ ഈസ് ക്ലോസ്ലി ഇന്റർലിങ്ക്ഡ് വിത്ത് മീഡിയ അഡ്വക്കസി. ഇത് ഈ മീഡിയ അഡ്വക്കസിയുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് ഇന്റർലിങ്ക് ചെയ്തിരിക്കുകയാണ് ഈ സോഷ്യൽ മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. കാരണം മീഡിയ എങ്ങനെ ഇടപെടണം എന്നൊക്കെയാണല്ലോ അതിൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ അതില് ഈ സോഷ്യൽ മൊബിലൈസേഷനിൽ ആരൊക്കെയാണ് വരുന്നത്? മീഡിയ ഓർഗനൈസേഷൻസ് വരുന്നുണ്ട്,
അവര് മറ്റുള്ളവരെ ഇന്റർവ്യൂ ചെയ്യേണ്ട കാര്യങ്ങളും ഇതെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് രണ്ടും ഇന്റർലിങ്ക് ചെയ്ത് കൊടുക്കുകയാണ്. Examples of a social mobilization interventions include World Bank nutrition and family planning projects in Bangladesh. ബംഗ്ലാദേശിലെ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഫാമിലി പ്ലാനിംഗ് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ആരുടെ ഇടപെടലുകളാണ് ഉണ്ടായിട്ടുള്ളത്? വേൾഡ് ബാങ്ക് അതിന് വേണ്ട പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിക്കുകയും ഫണ്ട് കൊടുക്കുകയും അങ്ങനെയെല്ലാം ചെയ്തിരുന്നു. ദാറ്റ് ഓൾസോ യൂസ്ഡ് എ സോഷ്യൽ മൊബിലൈസേഷൻ അപ്രോച്ച് ബൈ അസൈൻഡ് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ. വേൾഡ് ബാങ്ക് അതുപോലെ തന്നെ NGOs-ഉം റോൾ ഓഫ് മൊബിലൈസിങ് കമ്മ്യൂണിറ്റീസിനെ മൊബിലൈസ് ചെയ്തുകൊണ്ട് ഈ പ്രോഗ്രാമിലെ ഒരു ഭാഗമാകാനായിട്ട് അവരെയും ക്ഷണിച്ചു, അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകൾ ഇന്റർവെൻഷൻസ് ഉണ്ടായിരുന്നു. It defined community mobilization as the process of involving and motivating interested stakeholders. ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ജനറൽ പബ്ലിക്, ഹെൽത്ത് വർക്കേഴ്സ്, പോളിസി മേക്കേഴ്സ് എല്ലാവരും തന്നെ ഇതിൽ ഉൾപ്പെടുന്നു. അവരെ എല്ലാവരെയും, അങ്ങനെ താല്പരരായിട്ടുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ഒരു കമ്മ്യൂണിറ്റി മൊബിലൈസേഷന് വേണ്ടിയിട്ട്. Mobilization of communities should focus on building confidence, trust and respect, increasing knowledge base and enabling community members to participate and become more proactive with regard to their own health behavior. ഇനി ഇത്തരം ആളുകളെല്ലാം, ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു മൊബിലൈസേഷൻ നടക്കുമ്പോൾ, ഒരു സോഷ്യൽ മൂവ്മെന്റ് നടക്കുമ്പോൾ അതിലൂടെ ജനങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് പറ്റും, ട്രസ്റ്റ്, റെസ്പെക്റ്റ് എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് ഇൻക്രീസിങ് നോളജ് ബേസ് ആൻഡ് എനേബിളിംഗ് ദ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് ബിക്കം മോർ proactive with regard to their own health behavior. ആ ഹെൽത്ത് ബിഹേവിയറുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യം, അല്ലെങ്കിൽ ആ ചൈൽഡ് ഇഷ്യൂസ് എന്തൊക്കെയാണോ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അറിവ് അവർക്ക് കിട്ടുകയും, അല്ലെങ്കിൽ അതിനെയൊക്കെ ഓവർകം ചെയ്യാനാകും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ ഉണ്ടാവുകയും ചെയ്യും. അതിനൊക്കെ ഈ സോഷ്യൽ മൊബിലൈസേഷൻ ഹെൽപ്പ് ചെയ്യും. സോ ക്രിറ്റിക്സ് ഓഫ് ദ ഡോമിനന്റ് പാരഡൈം അല്ലെങ്കിൽ മോഡേണൈസേഷൻ തിയറി എന്തൊക്കെയാണെന്ന് കണ്ടു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയതിൽ നിന്നും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതൊന്ന് നമുക്ക് ഒന്നുകൂടി നോക്കാം. ദ സെൻഡർ ആസ്ക് ദ റിസീവർ വാട്ട് ഈസ് ടു ബി സെൻഡ് ടു ഹിം. He also take care of the aspirations of the receiver while he designs and transmit the message. ഒരു റിസീവർ ഒരു സെൻഡർ ആ റിസീവറിലേക്കുള്ള മെസ്സേജ് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരോട് തന്നെ ചോദിക്കുന്നു, എങ്ങനെ അവരുടെ അഭിപ്രായങ്ങൾ അറിയുന്നു. ദിസ് ഈസ് ദ ചീഫ് ഗൈഡിങ് ടെനന്റ് ഓഫ് ദി ഏത് തിയറിയായിട്ട് റിലേറ്റ് ചെയ്താണ് വരുന്നത്? ഓൾഡ് പാരഡൈം, dependency paradigm, participatory model, multiplicity paradigm. Obviously that the answer is C, participatory model. So why? Participatory development communication means moving from a focus of informing and persuading people to changing their behavior or attitude and focus on facilitating exchanges between different stakeholders to address a common problem. ഒരു കോമൺ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് മൂവ്മെന്റ് വരുന്നു. സോഷ്യൽ മൊബിലൈസേഷനിൽ അതിനെ ഡിസ്കസ് ചെയ്തു. ഇനി അതിലൂടെ ആളുകൾ പലവരായിട്ട് പീപ്പിൾസിനെ തന്നെ പെർസ്യൂഡ് ചെയ്യുന്നു, ഇൻഫോം ചെയ്യുന്നു, കൂടുതൽ അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുന്നു. എന്നിട്ട് അവരുടെ ആ ഒരു ഐഡിയാസിനെ കൂടി എടുത്തുകൊണ്ട് മീഡിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള പ്രോഗ്രാമുകൾ ടെലികാസ്റ്റ് ചെയ്യുകയും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കൂടുതൽ മെഷേഴ്സ് കൈക്കൊള്ളാനായിട്ട് ഗവൺമെന്റിന് ഇത് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് അവിടെ വരിക? സെൻഡറും റിസീവറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് അല്ലെങ്കിൽ പീപ്പിൾ അവരുടെ ഇടയിൽ ഒരു റാപ്പോർട്ട്, ഒരു ബ്രിഡ്ജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതെല്ലാം ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷനെ ഹെൽപ്പ് ചെയ്യും, ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും.
അതിനെക്കുറിച്ച് പറയുന്നത് പാർട്ടിസിപ്പേറ്ററി മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്ററി പാരഡൈമിലാണ്. Next one, which of the following is not a key issue to be addressed and resolved in the nations of the third world? തേർഡ് വേൾഡ് കൺട്രീസിൽ അത്ര വലിയ പ്രോബ്ലം ആയിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യാത്തത് ഏതിനെയാണ്? അൺഎംപ്ലോയ്മെന്റ്. അതൊരു പ്രോബ്ലമാണ്, വലിയ പ്രോബ്ലമാണ്. ഇല്ലിറ്ററസി, പോവർട്ടി, അതെല്ലാം മേജർ ഇഷ്യൂസ് ആണ്. പിന്നെ അത്രയ്ക്കൊന്നും ഇഷ്യൂസ് അല്ലാത്തത് മെയിൻ്റനൻസ് ഓഫ് ട്രഡീഷണൽ ഫോക്ക് കൾച്ചർ. കാരണം അത് ചിലപ്പോൾ കാലഹരണപ്പെട്ടു പോകുന്ന ചില ഫോക്ക് ആർട്ടുകളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പരിഷ്കരിച്ച് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ചില ഫോക്ക് ആർട്ടുകളുണ്ട്, അല്ലെങ്കിൽ ചിലതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ആ ഒരു സ്റ്റേറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിൽ മാത്രം ഡിസ്കസ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ അതൊരു നാഷണൽ ഇഷ്യൂ ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് ഇതുവരേക്കും മുന്നോട്ട് വെച്ചിട്ടില്ല. Maintenance of a traditional folk culture. Most of the third world countries have serious problems with food and water security. ഫുഡും വാട്ടറും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തതാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലംസ്. ദെൻ പൊല്യൂഷൻ ഓഫ് എയർ, ലാൻഡ് ആൻഡ് വാട്ടർ ഇസ് ദ മേജർ പ്രോബ്ലം ഇൻ മോസ്റ്റ് ഡെവലപ്പിംഗ് വേൾഡ് സിറ്റീസ്. മറ്റ് പ്രോബ്ലംസ് ഇന്നതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു മെയിൻ്റനൻസ് ഓഫ് എ ട്രഡീഷണൽ ഫോക്ക് കൾച്ചർ എന്നൊരു ഇഷ്യൂ വരുന്നില്ല. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മളുടെ NGOസിൻ്റെ ഇടപെടലുകൾ എങ്ങനെയൊക്കെയാണ്, ദെൻ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തുടങ്ങിയ ടോപ്പിക്കുകളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.